So this is the continuation of that chapter, Animal Kingdom. Next we can see two types of organization, diploblastic and triploblastic. Diploblastic di means 2, triploblastic tri means 3. Diploblastic organizationum triploblastic organizationum അനുസരിച്ച് animalsനെ എങ്ങനെ നമുക്ക് classify ചെയ്യാം. So first we have to understand what are the germ layers. The fundamental cell layers laid down in an embryo are called germ layers. ഒരു എംബ്രിയോയിൽ വരുന്ന സെൽ ലെയേഴ്സിനെയാണ് നമ്മൾ germ layers എന്ന് പറയുക. From which all the tissues and organs are developed. അപ്പോൾ ഈ germ layerസിൽ നിന്നാണ് നമ്മുടെ ബോഡിയിലുള്ള അല്ലെങ്കിൽ ആ ഓർഗാൻസിൻ്റെ ബോഡിയിലുള്ള എല്ലാ ടിഷ്യൂസും ഓർഗൻസും ഡെവലപ്പ് ചെയ്യുക. സോ എംബ്രിയോണിക് സ്റ്റേജിൽ ഭ്രൂണാവസ്ഥയിലുള്ള ആ ലെയേഴ്സിനെയാണ് germ layers എന്ന് പറയുന്നത്. From this germ layers, all the tissues and organs are developed. So based on the number of germ layers, animals are grouped into diploblastic and triploblastic. അപ്പോൾ ഈ germ layers-ന്റെ എണ്ണം അനുസരിച്ച് അനിമൽസിനെ നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നു. സോ ഡിപ്ലോബ്ലാസ്റ്റിക് ഡൈ എന്ന് വെച്ചാൽ 2, അപ്പോൾ അവിടെ 2 germ layers ഉള്ളൂ. Triploblastic tri means 3, so there will be 3 germ layers. അപ്പോൾ 2 germ layers ഉണ്ടെങ്കിൽ അതിനെ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന ഗ്രൂപ്പിൽ പെടുത്തും. ആ ഓർഗാൻസത്തിൽ 3 germ layers ഉണ്ടെങ്കിൽ അതിനെ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന ഗ്രൂപ്പിൽ പെടുത്തുന്നു. Diploblastic, animals in which cells are arranged in 2 embryonic layers. ഏതൊക്കെയാണ് 2 embryonic layers? An external ectoderm and an internal endoderm are called diploblastic animals. അപ്പോൾ എംബ്രിയോണിക് ലെയേഴ്സ് 2 ഉള്ളൂ എങ്കിൽ ആ ഓർഗാൻസിനെ നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന ഗ്രൂപ്പിൽ പെടുത്തുന്നു. ആ 2 ലെയേഴ്സ് ഏതൊക്കെയാണ്? എക്സ്റ്റേണൽ ആയിട്ട് പുറത്ത് എക്ടോഡേം എന്ന ലെയറും ഉള്ളിൽ ഇന്റേണൽ ആയിട്ട് എൻഡോഡേം എന്ന ലെയറും മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് ഇൻ ബിറ്റ്വീൻ എക്ടോഡേം ആൻഡ് ഇൻഡോഡേം ഒരു അൺഡിഫറൻഷിയേറ്റഡ് ലെയറും കാണും. It is called mesoglea. It is present in between ectoderm and endoderm. അപ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിൽ ഔട്ടർ എക്ടോഡേം ഉണ്ടാവും, ഇന്നർ എൻഡോഡേം ഉണ്ടാവും. ഇൻ ബിറ്റ്വീൻ എക്ടോഡേം ആൻഡ് എൻഡോഡേം ദർ വിൽ ബി ആൻ അൺഡിഫറൻഷിയേറ്റഡ് ലെയർ കോൾഡ് മീസോഗ്ലിയ. അങ്ങനെയുള്ള ഓർഗാനിസത്തിന് നമ്മൾ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നു. ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിൻ്റെ എക്സാമ്പിളാണ് ഫൈലം സിലിൻഡ്രേറ്റ്. സിലിൻഡ്രേറ്റയിൽ പെടുന്ന എല്ലാ ഓർഗാനിസംസും ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. So next we can see what is triploblastic. In triploblastic animals, there are 3 germ layers such as ectoderm, mesoderm, endoderm. അപ്പോൾ നേരത്തെ മീസോഡേമിൽ അതിന് പകരം മീസോഗ്ലിയ ആണ്, അത് അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ആണ്. ബട്ട് ഇൻ ദിസ് കേസ് ദർ ഇസ് എ ഡിഫറൻഷിയേറ്റഡ് germ layer called mesoderm. എക്ടോഡേം ആണ് ഏറ്റവും പുറത്തെ ലെയർ, തൊട്ടടുത്ത് വരുന്നത് മീസോഡം, ഏറ്റവും ഉള്ളിൽ വരുന്നത് എൻഡോഡം. അപ്പോൾ ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് തൊട്ട് കോഡേറ്റ്സ് വരെ എല്ലാ ഓർഗാനിസംസും ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ദാറ്റ് മീൻസ് ദേ ഹാവ് 3 germ layers. അപ്പോൾ germ layers എന്ന് പറഞ്ഞാൽ അത് ഓർഗാനിസം ഡെവലപ്ഡ് ആയി വരുന്ന ലെയേഴ്സ് അല്ല, ഓർഗാനിസം ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് എംബ്രിയോണിക് സ്റ്റേജിലുള്ള germ layers ആണ് നമ്മൾ കണക്കാക്കുക. സോ ഇതിൻ്റെ ബേസിസിൽ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യാം. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന ഗ്രൂപ്പിലും ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന ഗ്രൂപ്പിലും നമുക്ക് പെടുത്താം. Then next basis of classification is coelom. Coelom-ന്റെ അനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. So first we have to see what is coelom. Coelom is the body cavity. നമ്മുടെ ബോഡി ക്യാവിറ്റിനെ coelom എന്ന് പറയും. പക്ഷെ എല്ലാ ബോഡി ക്യാവിറ്റി നമുക്ക് coelom എന്ന് പറയാൻ പറ്റില്ല. There is some speciality for coelom. The cavity found between body wall and alimentary canal is called coelom or body cavity. All internal organs are suspended in coelom. അപ്പോൾ എല്ലാ internal organsum coelom-ലാണ് കാണുക. Then what is the speciality of coelom? The body cavity which is lined by mesoderm, that is called coelom. അപ്പോൾ എല്ലാ ബോഡി ക്യാവിറ്റി അല്ല, മീസോഡേം ലൈനിങ് ഉള്ള ബോഡി ക്യാവിറ്റിനെ മാത്രമേ coelom എന്ന് പറയുള്ളൂ നമ്മൾ. അപ്പോൾ coelom-ന്റെ പുറത്തൊരു മീസോഡേം ലെയർ ഉണ്ട്, that is called this is the mesoderm layer, this is coelom. വൈറ്റ് കളറിലാണ് coelom ആണ്, this is mesoderm layer. മീസോഡേമിൽ ലൈനിങ് ഉണ്ടെങ്കിൽ മാത്രമേ that body cavity is coelom. So animals possessing coelom are called coelomates. Coelom ഉള്ള അനിമൽസ് നമ്മൾ coelomates എന്ന് പറയുന്നു. എക്സാമ്പിൾ annelids, mollusks, arthropods,
എക്കൈനോഡേംസ്, ഹെമികോഡേറ്റ്സ് ആൻഡ് കോഡേറ്റ്സ്. ഇതെല്ലാം ഫൈലമാണ്, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. Then pseudocoelom, pseudo, p is silent, pseudo means false, false coelom ആണ്. The body cavity is present, അവിടെ ബോഡി ക്യാവിറ്റി ഉണ്ട്, പക്ഷെ എന്താ, എങ്ങനെയുള്ള ബോഡി ക്യാവിറ്റീനെ സീലോം എന്ന് പറയാം? മീസോഡം ലൈനിങ് ഉള്ള ബോഡി ക്യാവിറ്റീനെ മാത്രമേ നമ്മൾ സീലോം എന്ന് പറയുള്ളൂ. ഇവിടെ ബോഡി ക്യാവിറ്റി ഉണ്ട്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡം. മീസോഡം ലൈനിങ് ഇല്ല അവിടെ, ബട്ട് മീസോഡം ഉണ്ട് അവിടെ. എങ്ങനെയാ കാണുക നോക്കൂ, ചെറിയ ചെറിയ പൗച്ചസ് ആയിട്ട് കണ്ടുവോ? നമ്മൾ പേഴ്സ് ചെറിയ ചെറിയ പൗച്ചസ് ഇല്ലേ, പൈസ ഒക്കെ ഇട്ടിരിക്കുന്ന പൗച്ചസിന്റെ ഷേപ്പിലാണ് കാണുക. ദിസ് ഇസ് മീസോഡം. പക്ഷെ ഇത് ലൈൻ ഫുൾ കവർ ചെയ്ത് ലൈൻ ചെയ്ത് വന്നിട്ടില്ല. പക്ഷെ മീസോഡമിന്റെ പ്രസൻസ് അവിടെയുണ്ട്, അത് പൗച്ചസ് ആയിട്ട് കാണുന്നു. എക്ടോഡേമിന്റെയും എൻഡോഡേമിന്റെയും ഇടയിൽ പൗച്ചസ് ആയിട്ടാണ് മീസോഡം കാണുക. അതുകൊണ്ട് ആ സീലോമിനെ നമ്മൾ ഫോൾസ് സീലോം അല്ലെങ്കിൽ സ്യൂഡോസീലോം എന്ന് പറയുന്നു. The animals possessing pseudocoelom are called pseudocoelomates. Example, Aeschyleminthes. റൗണ്ട് വേംസ് ഒക്കെ ഏഷ്യൽമെന്തസിലെ പെടുക. റൗണ്ട് വേംസിന്റെ ആ ഫൈലം സ്യൂഡോസീലോമേറ്റ്സ് ആണ്. എല്ലാ ഓർഗാനിസംസും സ്യൂഡോസീലോമേറ്റ്സ് ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് എസീലോമേറ്റ്സ്. അപ്പോൾ എ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാതെ നമ്മൾ കണ്ടത് വെച്ചിട്ട് സീലോം ഇസ് ആബ്സെന്റ്. എസീലോമേറ്റ്സ് മീൻസ് സീലോം ഈസ് ആബ്സെന്റ്. ദ അനിമൽസ് ഇൻ വിച്ച് ബോഡി ക്യാവിറ്റി ഈസ് ആബ്സെന്റ് ഓർ സീലോം ഈസ് ആബ്സെന്റ്, അതാണ് കുറച്ചും കൂടി ആപ്റ്റ് ആയിരിക്കുക കേട്ടോ. അനിമൽസ് ഇൻ വിച്ച് സീലോം ഈസ് ആബ്സെന്റ് ആർ കോൾഡ് എസീലോമേറ്റ്സ്. എക്സാമ്പിൾ, പ്ലാറ്റിഹെൽമിന്തസ്, പ്ലാറ്റിഹെൽമിന്തസ് അല്ലെങ്കിൽ ഫ്ലാറ്റ് വേംസ്. ഇനി അടുത്ത ബേസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് സെഗ്മെന്റേഷൻ. സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പീസസിനെ സെഗ്മെന്റ്സ് എന്ന് പറയാം. സെഗ്മെന്റേഷൻ എക്സാമ്പിൾസ് നിങ്ങൾക്ക് കണ്ടറിയാം. കണ്ടോ, ബോഡിയിൽ നിറയെ സെഗ്മെന്റ്സ് ആണ്. എർത്ത് വേമിന്റെ ബോഡി നോക്കുക, അതിലും നിറയെ സെഗ്മെന്റ്സ് ആണ്. ഇൻ സം അനിമൽസ് ബോഡീസ് എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അകത്തും പുറത്തും ഒരേപോലെ ഡിവിഷൻ ഉണ്ടായിരിക്കും കേട്ടോ അവിടെ. Bodies externally and internally divided into segments with a serial repetition of at least some organs. This pattern called metameric segmentation, and the phenomenon is known as metamerism. So if the body of an organism is externally and internally divided into segments, ആ ഓർഗാനിസത്തിനെ നമ്മൾ മെറ്റാമെറിസം ഉള്ള ഓർഗാനിസം എന്ന് പറയുന്നു, അല്ലെങ്കിൽ മെറ്റാമെറിക് സെഗ്മെന്റേഷൻ ഉള്ള ഓർഗാനിസം എന്ന് പറയുന്നു. എക്സാമ്പിൾ, എർത്ത് വേം, സെന്റിപീഡ്, ഇതെല്ലാം ഓർഗാനിസംസ് സെഗ്മെന്റേഷൻ കാണും. നമുക്ക് പുറമേയും അകത്തും സെഗ്മെന്റ്സ് ആയിട്ട് ബോഡിയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് കാണാം. ദെൻ നെക്സ്റ്റ് ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് നോട്ടോകോഡ്. നോട്ടോകോഡ് ഉണ്ടോ ഇല്ലയോ എന്ന ബേസിസിൽ നമുക്ക് ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ അനിമൽസിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ വാട്ട് ഈസ് നോട്ടോകോഡ്? എന്താണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്? നോട്ടോകോഡ് ഈസ് എ മീസോഡെർമലി derived rod-like structure formed on the dorsal side during embryonic development in some animals. പിക്ചറിൽ ഈ ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് നോട്ടോകോഡ് ഇവിടെ കാണാം. ദിസ് ഇസ് നോട്ടോകോഡ്. അപ്പോൾ നോട്ടോകോഡ് എന്താണ്? മീസോഡെർമലി ഡിറൈവ്ഡ് ആണ്. നമ്മൾ പറഞ്ഞു ഓരോ ജേം ലെയേഴ്സിൽ നമ്മുടെ ബോഡിയിലത്തെ ടിഷ്യൂസും ഓർഗൻസും ഉണ്ടാവാന്ന്. ഈ നോട്ടോകോഡ് ഉണ്ടായിരിക്കുന്നത് മീസോഡേം എന്ന ലെയറിൽ നിന്നാണ്. ഇനി ഇറ്റ് ഇസ് എ റോഡ് ലൈക്ക് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ഉള്ളിൽ പൊള്ളയല്ല, ഉള്ളിൽ ഫിൽ ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഓർഗാൻസത്തിന്റെ. ദിസ് ഇസ് ഡോർസൽ സൈഡ്, ദിസ് ഇസ് വെൻട്രൽ സൈഡ്. ഓർഗാൻസ് ഡോർസൽ സൈഡിലാണ് കാണുക, എംബ്രിയോണിക് സ്റ്റേജിലാണ് കാണുന്നത് ഡോർസൽ സൈഡിൽ. അപ്പോൾ നോട്ടോകോഡ് മീസോഡേം ലെയറിൽ നിന്നുണ്ടായിരിക്കുന്നു, റോഡ് ലൈക്ക് ആണ് സ്ട്രക്ചർ. ഓർഗാൻസത്തിന്റെ എംബ്രിയോണിക് സ്റ്റേജിൽ ഡോർസൽ സൈഡിൽ നോട്ടോകോഡ് കാണാം. Then animals with notochord are called chordates. നോട്ടോകോഡ് ഉള്ള അനിമൽസിനെ നമ്മൾ കോഡേറ്റ്സ് എന്ന വിഭാഗത്തിൽ പെടുത്തുന്നു. അനിമൽസ് വിച്ച് ഡു നോട്ട് ഫോം നോട്ടോകോഡ് ആർ കോൾഡ് നോൺ കോഡേറ്റ്സ്. നോട്ടോകോഡ് ഇല്ലാത്ത അനിമൽസിനെ നോൺ കോഡേറ്റ്സ് എന്ന് പെടുത്തുന്നു. അപ്പോൾ ഫൈലം പോറിഫെറ ടു ഫൈലം എക്കൈനോഡേംസ് അതെല്ലാം നോൺ കോഡേറ്റ്സിലാണ് വരിക. ബാക്കി എല്ലാ ഓർഗാനിസംസും കോഡേറ്റ്സിൽ വരുന്നു. സോ ക്ലാസിഫൈ ചെയ്യാൻ, ഓർഗാൻസിനെ ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കുറേ ക്രൈറ്റീരിയ ആണ് കണ്ടത്. ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ്. ദിസ് ഇസ് എ ഫ്ലോ ചാർട്ട്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഫ്ലോ ചാർട്ടിൽ കാണിച്ചിരിക്കുന്നത് മാത്രം. ഫസ്റ്റ് കിങ്ഡം അനിമലിയ, മൾട്ടി സെല്ലുലാർ ആണ് ഓർഗനൈസേഷൻ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എക്സാമ്പിൾ ഫൈലം പോറിഫെറ. ദെൻ ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം, ബാക്കി എല്ലാം ഒരു ഗ്രൂപ്പിൽ വരുത്തിക്കാണ്. ഇതിൽ തന്നെ വീണ്ടും റേഡിയൽ സിമെട്രി ഉള്ള ഓർഗാനിസത്തിന് ഫൈലം സിലിൻഡ്രേറ്റ. സിലിൻഡ്രേറ്റ എന്ന ഫൈലത്തിന്റെ വേറൊരു പേരാണ് നിഡേറിയ. ഹിയർ ഓൾസോ സി ഈസ് സൈലന്റ്.
സിലിൻഡ്രേറ്റയും ടീനോഫോറയും. അപ്പോൾ റേഡിയൽ സിമെട്രി ഉള്ള ഓർഗാനിസംസ് സിലിൻഡ്രേറ്റ, ടീനോഫോറ. ദെൻ ബൈലാറ്ററൽ സിമെട്രി ഉള്ള ഓർഗാനിസംസ്, അതിലും വേറെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ്, സീലോമേറ്റ്. അപ്പോൾ എസീലോമേറ്റിൽ ബൈലാറ്ററൽ സിമെട്രി ആണ്, എസീലോമേറ്റ് ആണ്. അതിന് എക്സാമ്പിൾ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. ദെൻ ബൈലാറ്ററൽ സിമെട്രി സ്യൂഡോസീലോമേറ്റ്, എക്സാമ്പിൾ ഏഷ്യൽമിന്തസ്. ബൈലാറ്ററൽ സിമെട്രി സീലോമേറ്റ്സ്, ട്രൂ സീലോമ ഉള്ളതിന് എക്സാമ്പിൾ ഫൈലം അനലിഡ, ഫൈലം ആർത്രോപോഡ, ഫൈലം മൊളിസ്ക, ഫൈലം എക്കൈനോഡെർമേറ്റ, ഫൈലം ഹെമികോഡേറ്റ ആൻഡ് ഫൈലം കോർഡേറ്റ. ഇതൊക്കെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തതിൻ്റെ ഒരു ഓർഡർ, ഫ്ലോ ചാർട്ട്. ഇതുവരെ നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും ഈ ഫ്ലോ ചാർട്ടിലുണ്ട്. എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ? ഈ ഫ്ലോ ചാർട്ടിൻ്റെ ഒരു ബേസിസിൽ നിങ്ങൾക്ക് നോർമലി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇതാണ് ഒരു ഈസി മെത്തേഡ് ടു സ്റ്റഡി ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽസ്. ഈ മെത്തേഡിൽ എല്ലാ സിമെട്രിയും എല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. സോ ക്ലാസിഫിക്കേഷൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് നമ്മൾ ഇവിടെ എൻഡ് ചെയ്യാണ്. സോ നെക്സ്റ്റ് portion we can study in the next class.